നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ജോത്സ്യൻ അമ്മയോട് പറഞ്ഞത് പല്ലവിക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അത് എന്റെ ജീവന് ആപത്തായി മാറൂന്ന്. ജോത്സ്യൻ അങ്ങനെ പറഞ്ഞോ? അദ്ദേഹം അങ്ങനെ പറയാൻ എന്താ കാരണം? അതിന്റെ കാരണം ജോത്സ്യൻ അമ്മയോട് പറഞ്ഞില്ല. പക്ഷേ മുത്തശ്ശൻ പിന്നീട് ആ കാരണം അമ്മയോട് പറഞ്ഞു. പാരമ്പര്യമായിട്ട് സർപ്പദോഷമുള്ള കുടുംബ ഞങ്ങളുടേത്. ആ ദോഷം പരിഹരിക്കാതെ പല്ലവിയുടെ ശാന്തി മുഹൂർത്തം നടത്തിയ ആപത്താ. എന്നാ അത് പരിഹരിച്ചാ പോരെ? ആ പരിഹാരക്രിയ നാഗപഞ്ചമി ദിവസം മാത്രമേ നടത്താൻ സാധിക്കൂ. അതുവരേക്കും വിപിനും പല്ലവിയും ഒന്നു ചേരാൻ പാടില്ല. നാഗപഞ്ചമിക്ക് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതുവരേക്കും കാത്തിരിക്കാനാ ഞാൻ പല്ലവിയോട് പറഞ്ഞത്. പക്ഷേ അതിന്റെ ഗൗരവം പല്ലവിക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ ലക്ഷ്യം ഇവിടുത്തെ സ്വത്തുക്കളാ. അതിനുവേണ്ടിയാ ശാന്തി മുഹൂർത്തം പെട്ടെന്ന് നടത്താനായിട്ട് അവള് ഇങ്ങനെ വെപ്രാളം കൂട്ടുന്നത്. പ്രഭാവതി അമ്മയെ സ്വാധീനിച്ച് അവള് അത് നടത്താനുള്ള അനുവാദവും വാങ്ങി. വിശാൽ സാറും അതിനെ അനുകൂലിച്ചു. ഇനിയും എന്ത് ചെയ്യും? സർപ്പദോഷം ഉണ്ടെന്ന് പ്രഭാവതി അമ്മയോട് പറഞ്ഞ അവര് ഒന്നുകിൽ അത് എന്റെ തന്ത്രമായിട്ട് കരുതും, ഇല്ലെങ്കിൽ ആ ദോഷത്തിന്റെ പേരിൽ പല്ലവിയും വിപിനും തമ്മിലുള്ള ബന്ധം തന്നെ അവസാനിപ്പിച്ചു എന്ന് വരും. അതും ശരിയാ. അല്ല, ഇവിടെ ഇന്ന് പല്ലവിയുടെ ശാന്തി മുഹൂർത്തം നടക്കുന്ന വിവരം പാർവതിയുടെ അമ്മ അറിയിച്ചോ? ഒരുപക്ഷെ അമ്മ നേരിട്ടിടപെട്ട ഈ വിഷമത്തിന് ഒരു പരിഹാരം ഉണ്ടായാലോ? ഇത് പറയാൻ വേണ്ടി ഞാൻ അമ്മയെ കുറെ നേരമായിട്ട് വിളിക്കുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാ. ഇനി എന്ത് ചെയ്യും? എനിക്ക് എന്റെ ജീവന്റെ കാര്യത്തിൽ പേടിയൊന്നുമില്ല. പല്ലവി, അവൾക്കൊന്നും സംഭവിക്കരുത്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ ഗാർഗിയുടെ മനസ്സിൽ തന്നെ വെച്ചാ മതി. ആരോടും പറയാൻ നിക്കണ്ട. ഗാർഗി ചെല്ല ചെല്ല് ഗാർഗി. അമ്മയെ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.